So welcome back. അപ്പോൾ റിയൽ നമ്പേഴ്സ് ചാപ്റ്ററിൻ്റെ ലെക്ചർ നമ്പർ 5 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റാഷണൽ നമ്പർ, എന്താണ് ഇറാഷണൽ നമ്പർ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ റാഷണൽ നമ്പറിൽ നമുക്ക് രണ്ട് കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പർ രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആയിരിക്കും. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ 0.123 ഓക്കെ, അല്ലെങ്കിൽ 0.87 ഓക്കെ, അല്ലെങ്കിൽ 0.001 ഓക്കെ. എന്തായാലും അതിൻ്റെ ഒരു അവസാനം ഉണ്ടാവും, അതായത് അത് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, എൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ടെർമിനേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് ഓക്കെ. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 0.121212 ഓക്കെ, ഇങ്ങനെ ഇവിടെ കുത്തിട്ടേക്കുന്നതിൻ്റെ അർത്ഥം അത് എൻഡ് ചെയ്യുന്നില്ല, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇനിയും 121212 എന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ 0.3333 ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 1 2 അതായത് 12 എന്നുള്ള നമ്പറല്ലേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതായത് ഇവിടെ 12 അതുപോലെ വീണ്ടും 12 ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ശരിക്കും എഴുതാം 0.12 ഇങ്ങനൊരു ബാർ വരയ്ക്കും. ഓക്കെ, അതിനർത്ഥം ഈ 1 2 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതോ 0.333 എന്നുള്ളത് പോകുന്നത് നമുക്ക് 3 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 0.3 നമ്മൾ ബാർ ഇടും. ഓക്കെ, അപ്പോൾ എൻ്റെ മീനിങ് 0.3 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. അപ്പോൾ ഇതെല്ലാം നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ എന്താണ്, റിപ്പീറ്റിംഗ് ആണ്. ഓക്കെ, കാരണം അതിൻ്റെ ഡിജിറ്റ്സ് എൻഡ് ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ 1 2 1 2 1 2 എന്നങ്ങനെ അറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതായത് ടെർമിനേറ്റ് ചെയ്യില്ല, പക്ഷേ അത് 1 2 ആയിരിക്കും എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 0.33 എന്നുള്ളത് 1/3 ആണ്. ഓക്കെ, നിങ്ങൾക്കത് കാൽക്കുലേറ്ററിൽ 1/3 ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ കാണാം 0.333 എന്നായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു റാഷണൽ നമ്പറാണ്. കാരണം എന്താ, നമുക്കത് P/Q എന്നുള്ള ഫോമിലാണ്. ഓക്കെ, P എന്ന് പറയുന്നത് 1ഉം Q എന്ന് പറയുന്നത് 3ഉം. അപ്പോൾ P/Q എന്നുള്ള ഫോമിൽ എഴുതുന്നത് ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു റാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ 0.12നും ഇതുപോലൊരു ഫ്രാക്ഷണൽ ഇത് ഉണ്ടായിരിക്കും. നമുക്കത് കണ്ടുപിടിക്കാൻ വേറെ മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, ഇനി റാഷണൽ നമ്പർ അപ്പോൾ ടെർമിനേറ്റിംഗ് ആവാം, നോൺ ടെർമിനേറ്റിംഗ് ആവാം. പക്ഷെ നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ എപ്പോഴും റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇനി ഇത് ഇറാഷണൽ നമ്പർ ആണെങ്കിൽ എപ്പോഴും നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും എന്തായാലും. ഓക്കെ, അത് എൻഡ് ചെയ്യില്ല. നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അതായത് എൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നോൺ റിപ്പീറ്റിംഗും ആയിരിക്കും. ഓക്കെ, അതായത് ഇതുപോലെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എഴുതുമെന്ന് വെച്ചാൽ 0.1001001000 ഓക്കെ, ഇതെനിക്കിങ്ങനെ വേണമെങ്കിൽ അടുത്ത ഡിജിറ്റും എഴുതാം. ഓക്കെ, അടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് 1 കഴിഞ്ഞിട്ട് 4 0 ആയിരിക്കും. പക്ഷേ ഇതിപ്പോൾ കണ്ടോ, ഇവിടെ ഫസ്റ്റ് 10 ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ 10 റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം അടുത്തൊരു 10 കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ 01 വന്നത്, പിന്നെ 00 വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റിപ്പീറ്റിംഗ് സംഭവിക്കുന്നില്ല. ആ നമ്പറിനൊരു പാറ്റേൺ ഉണ്ട് നമുക്ക്. കാരണം ഇത് എന്തോരം വേണമെങ്കിലും എഴുതാം.
കഴിഞ്ഞിട്ട് ഒരു സീറോയേ ഉള്ളൂ, പിന്നെ 1 കഴിഞ്ഞിട്ട് 2 സീറോ, പിന്നെ 1 കഴിഞ്ഞ് 3 സീറോ. ഒരു പാറ്റേൺ ഉണ്ട്, പക്ഷേ അതിൽ ഒന്നും റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഈ മോളിൽ വന്ന മാതിരി ഒരു റിപ്പീറ്റിംഗ് നമ്പേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു റിപ്പീറ്റിംഗ് മോഡലിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടത് ഇർറാഷണൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇർറാഷണൽ ആണെങ്കിൽ എപ്പോഴും നോൺ ടെർമിനേറ്റിങ്ങും അതുപോലെ തന്നെ നോൺ റിപ്പീറ്റിങ്ങും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഈ √2യുടെ വാല്യൂ, √3യുടെ വാല്യൂ അല്ലെങ്കിൽ പൈ, ഓക്കെ, നിങ്ങൾക്ക് പൈ 3.14 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനൊരു റിപ്പീറ്റിംഗ് പാറ്റേൺ ഉണ്ടാവില്ല. ഓക്കെ, ആ സമയം റാഷണൽ നമ്പർ ആണെങ്കിൽ അത് നോൺ എൻഡിങ് ആണെങ്കിൽ, അതായത് നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ പോലും അതിന് റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക കേട്ടോ. റാഷണൽ നമ്പർ ആണെങ്കിൽ ഒന്നെങ്കിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കാം, പക്ഷെ അപ്പോൾ റിപ്പീറ്റിംഗ് ആയിരിക്കും ഡിജിറ്റ്സ് വന്നത്. ഇർറാഷണൽ ആണെങ്കിൽ എന്തായാലും നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് റാഷണൽ നമ്പറിൽ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ടെർമിനേറ്റ് ചെയ്യാത്തതെന്ന് അറിയാനൊരു മാർഗമുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ ഒരു റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഒരു എക്സ് എന്നുള്ളത് ഒരു റാഷണൽ നമ്പർ ആണെന്ന് വെച്ചോ. ഓക്കെ, ആ എക്സിന് നമുക്ക് ഈക്വൽ ടു P/Q എന്ന് എഴുതാം. അതിനാണല്ലോ റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം. ഇനി ഈ Q എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണെങ്കിൽ, ഓക്കെ, 2m 5n. ഓക്കെ, എമ്മും എൻ എന്നുള്ളത് ഏതെങ്കിലും നമ്പേഴ്സാണ്, നമുക്ക് അറിയില്ല. ഓക്കെ, അതായത് ഡിനോമിനേറ്ററിൽ ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്റർ ഹാസ് ഫാക്ടേഴ്സ് 2 and 5 ഓൺലി. ഓക്കെ, താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ വരുന്ന Q എന്നുള്ള നമ്പർ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ 2ഉം 5ഉം മാത്രമാണ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ നമ്പർ ഇത് എന്താ പറയുക, ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 7/80 ഈ നമ്പർ ടെർമിനേറ്റിംഗ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ 80നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 80നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, 80നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 40, 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20, 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 10, 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5. ഓക്കെ, അപ്പോൾ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 2/2 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2/4 ഇൻറ്റു 5/1. ഓക്കെ, ഇപ്പോൾ ഈ 80നെ 2/4 ഇൻറ്റു 5/1 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ 2/5 2m ഇൻറ്റു 5n എന്നുള്ള ഫോമിലാണ് അല്ലേ. ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4 ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതായത് ആകെ 2ഉം 5ഉം മാത്രമാണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഡിനോമിനേറ്ററിൽ 2ഉം 5ഉം മാത്രമാണ് ഫാക്ടേഴ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയിരിക്കും കിട്ടുന്നത്. ആ ഡെസിമൽ എന്താണെന്ന് കണ്ടുപിടിക്കാനും മാർഗമുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ കണ്ടോ 2/4 ഇൻറ്റു 5/1 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 2യുടെയും 5ൻ്റെയും പ്രത്യേകത എന്താണ്, 2 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ 10കളാക്കാം. ഓക്കെ, അതായത് ഒരു 2ഉം 5ഉം കൂടി ഒരുമിച്ച് എടുക്കാം. അപ്പോൾ ഇത് 7/80നെ 7/2/4 ഇൻറ്റു 5/1 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 4 2 ഉണ്ട്. ഓക്കെ, ഒരു 5 ഉള്ളൂ. ഓക്കെ, 5/1 ഒരു 5 ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ മൊത്തം അടിയിൽ 10 ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് മൊത്തം 10s മാത്രമേ വരാവുള്ളൂ. ഓക്കെ, 10 മാത്രം അടിയിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു അഡീഷണലായിട്ട് നമുക്ക് ഒരു 3 5ഉം കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. 3 5ഉം കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക, നമുക്ക് മൊത്തം 1 2 3 4 അങ്ങനെ 4 10s കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു 5/3 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ അവിടെ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സെയിം കാര്യം നമ്മൾ ന്യൂമറേറ്ററിലും ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ ഇൻറ്റു 5/3 എന്ന് ചെയ്തു. ഓക്കെ, അപ്പോൾ
ഇതിൽ ന്യൂമറേറ്റർ എന്തായി 7 ഇൻറ്റു 5⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആയിരിക്കും. ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ വരാൻ പോകുന്നത് 4 തവണ 10 ആണ്. ഓക്കെ, ഇവിടെ ഒരു 10, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, അപ്പോൾ 4 തവണ 10 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോണത് 10,000 ആണ്. ഓക്കെ, 1 കഴിഞ്ഞിട്ട് 4 0. അപ്പോൾ ഈ 7 ഇൻറ്റു 125 മൾട്ടിപ്ലൈ ചെയ്യുക. 125 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 35, 14, 7, 8. ഓക്കെ, 875 എന്ന് വരും. അപ്പോൾ 875 ബൈ 10,000. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻ്റ് 4 പ്ലേസ് നീങ്ങണം. ഇവിടെ 875.0 എന്നായിരുന്നു ശരിക്കും. അപ്പോൾ ഇത് ഇവിടെ 1, 2, 3, 4. ഓക്കെ, അപ്പോൾ 4 തവണ നീങ്ങുമ്പോൾ ഒരു 0.0875. ഓക്കെ, അപ്പോൾ ഈ 7/80യുടെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 0.0875 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. താഴെ നമുക്ക് 10 ആക്കാനായിട്ട് എന്താണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആ നമ്പർ ഇവിടെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴെ 10ൻ്റെ മൾട്ടിപ്പിൾസ് മാത്രം വയ്ക്കുക. മുകളിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുക, നേരെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ 4/75 ആണെന്ന് നോക്കി ഓർത്തോ. ഓക്കെ, 4/75 നമ്മൾ 75നെ ഇത് ചെയ്യുകയാണ്, എന്താ ചെയ്യുകയാണ്, ഫാക്ടറൈസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 5 വെച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ 5ൽ 1 ടൈം, ഇവിടെ 25ൽ 5 ടൈംസ് 15. വീണ്ടും 5 വെച്ച് ചെയ്തു, 3 വന്നു. ഓക്കെ, അപ്പോൾ 75 എന്ന് പറയുമ്പോൾ 5² ഇൻറ്റു 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് ആയിരിക്കുമോ? കാരണം ഇവിടെ 5² ഇൻറ്റു 3 വന്നത്. നമുക്ക് ടെർമിനേറ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ആകെ 2ഉം 5ഉം മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, 2ഉം 5ഉം അല്ലാതെ വേറെ എന്ത് നമ്പർ വന്നാലും അത് ടെർമിനേറ്റിംഗ് അല്ലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറ്റി? 5 ഉണ്ട്, ബട്ട് നമുക്കിവിടെ ഒരു 3 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 വന്ന കാരണം കൊണ്ട് ഇത് ടെർമിനേറ്റിംഗ് അല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അത് റാഷണൽ നമ്പർ തന്നെയാണ്, പക്ഷേ ഇത് നോൺ ടെർമിനേറ്റിംഗ്. റാഷണൽ നമ്പർ ആകുമ്പോൾ നോൺ ടെർമിനേറ്റിംഗ് ആകുമ്പോൾ റിപ്പീറ്റിംഗ് ആയിരിക്കും. ഓക്കെ, റിപ്പീറ്റിംഗ് ആയിരിക്കണം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 4/75 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ കിട്ടും. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും കേട്ടോ. കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് 4/75 എന്ന് ചെയ്ത് നോക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 3/400 ആണെന്ന് വെച്ചോ. അതിൽ വേണ്ട, 400 വേണ്ട. 50. ഓക്കെ, ചെറിയ നമ്പർ ഇടാം. 3/50. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 50 ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 25, ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 5. ഓക്കെ, അപ്പോൾ 50 എന്ന് പറയുന്നത് എന്താണ്? 2⁻1 ഇൻറ്റു 5 സ്ക്വയർ ആണ്. ഓക്കെ, 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 5 എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ 10 ആക്കണം. ഓക്കെ, 10ൻ്റെ മൾട്ടിപ്പിൾസ് മാത്രമാണ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പെയർ ഓഫ് 2ഉം 5ഉം ഉണ്ട് അല്ലേ? 2 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2ന് ഓൾറെഡി ഒരു 5 ഉണ്ട്, അപ്പോൾ അത് 10 ആയി. പിന്നെ ഒരു 5 ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് വേണം? ഒരു 2 വേണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ താഴെ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിലും ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 ഡിവൈഡഡ് ബൈ താഴെ 2 10 വരുന്നത്, അപ്പോൾ അത് 100 വരും. ഓക്കെ, കാരണം ഇവിടെ ഒരു 2 ഇൻറ്റു 5 ഒരു 10ഉം വന്നു, അടുത്ത 5 ഇൻറ്റു 2 അടുത്ത 10ഉം വന്നു, അപ്പോൾ 10 ഇൻറ്റു 10 100 വരും. ഓക്കെ, അപ്പോൾ 6/100 എന്ന് വരുമ്പോൾ 0.06. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ. അതുപോലെ ഇത് ടെർമിനേറ്റിംഗ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ടെർമിനേറ്റിംഗ് ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, കാരണം 50ൽ ആകെ ഫാക്ടേഴ്സ് ഓഫ് 2ഉം 5ഉം ഉള്ളൂ, അപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് ആയിരിക്കും.
അതുപോലെ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ കാണാൻ പറഞ്ഞാൽ മാത്രം ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ഡെസിമൽ അതിൻ്റെ വാല്യൂ എന്താണോ അത് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഇത്രയായിരുന്നു കാര്യങ്ങളുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ ക്ലോസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.